ലോസ് ഓഫ് പ്രൈസിങ് പവർ. ഇന്ന് രണ്ടാമത്തെ ലോ നമ്പർ 2, പ്രീമിയം പ്രൈസിങ്ങിന്റെ നിയമങ്ങൾ. രണ്ടാമത്തെ നിയമം, ദ ലോ ഓഫ് ഫെയർ ഫാലസി. ദ ലോ ഓഫ് ഫെയർ ഫാലസി. ദ ലോ ഓഫ് ഫെയർ ഫാലസി. ഒരു നിമിഷം ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. സത്യസന്ധമായി ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരു കസ്റ്റമർ വരുന്നു, അവരുടെ റിക്വയർമെന്റ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അവർക്ക് വേണ്ട സൊല്യൂഷൻ റെഡിയാക്കുന്നു. റെഡിയാക്കിയിട്ട് ഇതിന് എന്ത് പ്രൈസ് ഇടണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ പ്രൈസ് ഉണ്ടാക്കുന്ന സമയത്ത്, പ്രൈസ് ഇടുന്ന സമയത്ത്, ആ പ്രൊപ്പോസൽ ഉണ്ടാക്കുന്ന സമയത്ത്, ആ പ്രൊപ്പോസൽ കൊടുക്കാൻ പോകുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇത്തിരി കൂടുതലല്ലേ ഈ ചാർജ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുള്ള ആരൊക്കെയുണ്ട്? ഇത്രയും ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത് ഇത്തിരി കൂടുതലല്ലേ എന്ന് തോന്നിയിട്ടുള്ള ആരൊക്കെയുണ്ട്? ഇത്തിരി കസ്റ്റമറെ ഞാൻ ചൂഷണം ചെയ്യല്ലേ, ഇതൊരു ഒരു നീതിക്ക് നിരക്കാത്തതല്ലേ ഞാൻ ചെയ്യുന്നത്, ഇത് കസ്റ്റമർ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലേ ഇത് ചെയ്യാനായിട്ട്? എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ആ ഫീലിങ്ങിനൊരു പേരുണ്ട്, അതാണ് ഫെയർ ഫാലസി. നമ്മളുടെ വില പറയുന്നതിന് മുന്നേ, നമ്മുടെ വില തീരുമാനിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു കുറ്റബോധം, ആ ഒരു ഇത് ശരിയല്ല, ഇത് ഒട്ടും ഫെയർ അല്ല, ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല, ഇത്രയും പ്രൈസ് ഞാൻ മേടിക്കാൻ പാടില്ല എന്ന തോന്നൽ, അതാണ് ഫെയർ ഫാലസി. തെറ്റായ ധാരണ. ജീവിതം എപ്പോഴും ഫെയർ ആയിരിക്കണം. ഇത് ഈ ശുദ്ധന്മാർക്കാണ് ഇത് കൂടുതൽ. ശുദ്ധഗതിയുള്ള നല്ല മനസ്സിനുടമകളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നതാണ്, അയ്യോ അത് ശരിയല്ലല്ലോ അങ്ങനെ ചെയ്യുന്നത്, നമുക്ക് ഇത്രനല്ല കിട്ടിയത്, അപ്പൊ പിന്നെ നമ്മൾ അതിൽ കൂടുതൽ ചാർജ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഫെയർ ഫാലസി, ദ മോസ്റ്റ് എക്സ്പെൻസീവ് ബിലീഫ് ഇൻ യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ ഏറ്റവും കൂടുതൽ വില നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വിശ്വാസം ഫെയർ ഫാലസി. ആൻഡ് യു നോ സംതിങ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സയന്റിഫിക്കലി എക്കണോമിക്കലി റോങ്. ഏത് രീതിയിൽ നോക്കിയാലും നിങ്ങളുടെ ആ ചിന്ത അബ്സല്യൂട്ട്ലി റോങ് ആണ്. അത് സയന്റിഫിക്കലി ആയാലും എക്കോണമിക്കലി ആണെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. ഫെയർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രൈസിങ്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനോ സർവീസിനോ അതിൽ ന്യായമായത് എന്നൊരു കാര്യമില്ല. ബിസിനസ്സിൽ ഇത്ര ശതമാനം ലാഭമേ ഉണ്ടാക്കാവൂ എന്നൊന്നില്ല. നമ്മൾ പഠിച്ചു വാട്ട് ഈസ് പ്രോഫിറ്റ്. എന്തിനാണ് കസ്റ്റമർ നമുക്ക് പൈസ തരുന്നത്? കസ്റ്റമർ തരുന്ന പ്രോഫിറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ താങ്ക് യു നോട്ട്. നിങ്ങൾ എനിക്ക് പൈസ തരുമ്പോൾ എന്താണ് നിങ്ങൾ ശരിക്കും ചെയ്യുന്നത്? താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ. അടുത്ത ഒരു വർഷത്തേക്ക് എൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നതിന് നന്ദി സാറേ. കഴിഞ്ഞ ഇത്രയും നാളുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കി തന്നതിന് നന്ദി. ഇറ്റ്സ് എ താങ്ക് യു നോട്ട്. ഇറ്റ്സ് എ താങ്ക് യു നോട്ട്. നിങ്ങൾ പലപ്പോഴായിട്ട് ആർക്കൊക്കെ നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ ആർക്കൊക്കെ സന്തോഷത്തോടു കൂടി അത് കൊടുക്കുന്നുണ്ടോ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ താങ്ക് യു നോട്ട്. നിങ്ങൾ ഓരോ തവണയും അത് ഫെയർ അല്ലല്ലോ എന്ന ഫീലിൽ നിന്ന്, ആ ഫെയർ ഫാലസിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ
നിങ്ങൾ നിങ്ങളെ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നു അത് വലിയൊരു ജനറോസിറ്റി അല്ല, ഒരു ഉദാര മനസ്കതയൊന്നും അല്ല. അങ്ങനെ വില കുറച്ച് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ന്യായമായ വില എന്നത്. ബിസിനസ് എന്ന് പറയുന്നത് ഇതൊരു നിങ്ങളുടെ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ഇതിനൊരു ജീവനുള്ള സാധനമാണ്. അങ്ങനെ ജീവനുള്ള എന്തിനും നമ്മുടെ ലൈഫ് പോലെയാണ്. ഒരു തുടക്കമുണ്ട്, ഒരു കയറ്റമുണ്ട്, ഒരു പീക്കുണ്ട്, ഒരു ഇറക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. ഏത് പ്രൊഡക്റ്റിനും സർവീസിനും ഒരു തുടക്കമുണ്ട്, ഒരു കയറ്റമുണ്ട്, ഒരു പീക്കുണ്ട്, ഒരു ഇറക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഏരിയ വേർ യു ഹാവ് ടു മേക്ക് ദ മാക്സിമം ഔട്ട് ഓഫ് ഇറ്റ്. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഈ ന്യായവും നീതിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഈ കയറിപ്പോണ്ട സാധനം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് അവസാനിക്കും. ഈ ഡിഫറൻസ്, ഈ ഗ്യാപ്പ്, ഇതാണ് നിങ്ങൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില. ഇതായിരിക്കും നിങ്ങൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില. നിങ്ങളുടെ ഒരൊറ്റ തെറ്റായ ധാരണ മറ്റേത് ബിസിനസ്സിലകത്തെ തെറ്റിനേക്കാളും, നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കിനേക്കാളും വില കൊടുക്കേണ്ടി വരും ഈ ഒരൊറ്റ തോട്ടിന്. ലോ നമ്പർ 2, ദ ലോ ഓഫ് ഫെയർ ഫാലസി. സോ ഫെയർ ഈസ് നോട്ട് എ പ്രൈസിങ് സ്ട്രാറ്റജി. നമ്മൾ നടത്തുന്നത് റേഷൻ കടയല്ലല്ലോ, നമ്മൾ നടത്തുന്നത് സപ്ലൈകോ അല്ലല്ലോ, നമ്മൾ നടത്തുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി അല്ലല്ലോ. സോ ഫെയർ ഈസ് നോട്ട് എ പ്രൈസിങ് സ്ട്രാറ്റജി. ഫെയർ എന്നെവിടെ പറയുന്നോ, നീതി, ന്യായം, ന്യായമായ, ഫെയർ എന്ന വാക്ക് ഈക്വൽസ് പോവർട്ടി, ദാരിദ്ര്യത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഈ ഒരു വാക്ക്. ഫെയർ പ്രൈസിങ്, നോ. പ്രൈസിങ്ങിൽ ഒരിക്കലും ഒരു ന്യായവും വേണ്ട. നമ്മളുടെ ഉള്ളിൽ എന്ത് തോന്നുന്നു എന്നുള്ളതല്ല, മാർക്കറ്റ് എത്ര തരാൻ തയ്യാറാകുന്നു എന്നുള്ളിടത്താണ് കാര്യം. സോ ആ പ്രൈസ് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈ തെറ്റിദ്ധാരണ ആവരുത്. പ്രൈസ് തീരുമാനിക്കുന്നത് ഹൗ മച്ച് മാർക്കറ്റ് ഈസ് വില്ലിംഗ് ടു പേ. മാർക്കറ്റ് എത്ര തരാൻ തയ്യാറാകുന്നു അതാണ് നോക്കേണ്ടത്. നിങ്ങൾ കൊണ്ടുവന്ന് 2 ലക്ഷവും 10 ലക്ഷവും ഒക്കെ എനിക്ക് കൊണ്ട് തരുന്നത് വെറുതെ കൊണ്ട് തരുന്നതല്ല, അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊരു 1 ഡേ പ്രോഗ്രാമിന് 10,000 രൂപ തന്നപ്പോ അത് എത്ര മടങ്ങായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്ന് നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടു. അതിന്റെ ഭാഗമായി നിങ്ങൾ കിങ്സ് ക്ലബിൽ വന്നു. കിങ്സ് ക്ലബിൽ വന്നു കഴിഞ്ഞിട്ട് 1 വർഷം കിങ്സ് ക്ലബിൽ നിന്നപ്പോ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ റിന്യൂവൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യുന്നു. ഇതിൽ ഒരിടത്തു പോലും ഫെയർ അതിന് റോളില്ല. എപ്പോൾ നിങ്ങൾ ഈ ഫെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരുന്നോ, യു ആർ ടച്ചിങ് ദ സീലിംഗ്. അതിനപ്പുറത്തോട്ട് വളരില്ല നിങ്ങളും, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ലൈഫും. സോ ഫെയർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രൈസിങ്. ഇങ്ങനെ ഈ ഫെയർ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളൊരു 3 റോങ് പ്രൈസിങ് മെത്തേഡിലേക്ക് പോകും. 3 വലിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യും. 3 മിസ്റ്റേക്കുകൾ. Mistake number 1, pricing based on cost. എനിക്ക് ഇത്ര രൂപ ചെലവ് വന്നു, അതിന്റെ മുകളിൽ ഇത്ര ശതമാനം ഞാൻ പ്രോഫിറ്റ് എടുക്കും. Absolutely a big mistake. Pricing based on hour. ഞാൻ ഇത്ര മണിക്കൂറാണ് അത് ചെയ്യുന്നത്, അതുകൊണ്ട് മണിക്കൂറിന് ഇത്ര രൂപ വെച്ചിട്ട് ഞാൻ ചാർജ് ചെയ്യണം. മിസ്റ്റേക്ക് നമ്പർ 2. മിസ്റ്റേക്ക് നമ്പർ 3, പ്രൈസിങ് ബേസ്ഡ് ഓൺ വാട്ട് യു ഫീൽ ഫെയർ. ന്യായമായ ഒരു വില ഞാൻ എടുക്കുന്നു. ഇത് 3 പ്രൈസിങ്ങിലെ വലിയ മിസ്റ്റേക്കാണ്.
ഓൾ ത്രീ ആർ റോങ്. ഒന്ന്, പ്രൈസിങ് ബേസ്ഡ് ഓൺ യുവർ കോസ്റ്റ്. എനിക്ക് ഇത്ര ചെലവായി, അതുകൊണ്ട് ഞാൻ ഇത്ര ചാർജ് ചെയ്യുന്നു. രണ്ട്, പ്രൈസിങ് ബേസ്ഡ് ഓൺ യുവർ അവേഴ്സ്. ഇത്ര മണിക്കൂറാണ് ഞാൻ അതിന്റെ പുറത്ത് ഇരിക്കേണ്ടി വരുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്ര ചാർജ് ചെയ്യുന്നു. മിസ്റ്റേക്ക് നമ്പർ 3, പ്രൈസിങ് ബേസ്ഡ് ഓൺ വാട്ട് യു ഫീൽ ഫെയർ. ഇത് 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 കുഴപ്പമില്ല, ഇത് ന്യായമായ ഒരു പ്രൈസ് ആണ്, അതുകൊണ്ട് ഇത് ഇടാം. ഓൾ ത്രീ ആർ എക്സ്പെൻസീവ് ആൻഡ് ഓൾ ത്രീ ആർ റോങ്. ഈ മൂന്നും ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. സോ വാട്ട് ഈസ് ദ സൈക്കോളജി ബിഹൈൻഡ് ഫെയർ ഫാലസി? എന്താണ് ഇതിന്റെ പിന്നിലെ സൈക്കോളജി? നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടാണ്. സോ എന്താണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്? ഈ ഈ ഈ ആ ഒരു ഗിൽറ്റ് ഫീൽ എവിടെ നിന്നാണ് വരുന്നത്? അത് തെറ്റാണ്, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ഇത് ന്യായമല്ല എന്ന തോന്നൽ എവിടെ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? ഞാൻ ഇത് ചെയ്താൽ am I taking advantage of people? ഞാൻ ആളുകളെ ചൂഷണം ചെയ്യുകയാണോ? എന്നെ വിശ്വസിക്കുന്നവരെ, എൻ്റെ അടുത്തേക്ക് വരുന്നവരെ ഞാൻ പറ്റിക്കുകയാണോ? ഞാൻ ഓവർ ചാർജ് ചെയ്തിട്ട് ഞാൻ അവരെ ദ്രോഹിക്കുകയാണോ? ഇത് ദൈവത്തിന് നിരക്കാത്തതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എവിടെ നിന്നാണ് ഈ ഒരു ഗട്ട് ഫീൽ നമുക്കുണ്ടാവുന്നത്? അതൊരു റൂട്ട് കോസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇതിന്റെ വേര് തിരക്കി പോയി കഴിഞ്ഞാൽ എത്തുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിലേക്കായിരിക്കും, നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന്, നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നതിൽ നിന്ന്. പണ്ട് നമ്മളെ സ്കൂളുകളിൽ എക്കണോമിക്സ് പഠിപ്പിച്ച ടീച്ചറുണ്ട്. ആ ടീച്ചർ പറഞ്ഞ ഒരു വാചകം, അത് നമ്മുടെ തലയിൽ അറിയാതെ കയറിയിട്ടുണ്ട്. അന്ന് നമ്മൾ കേട്ടിരിക്കുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്നത്, പ്രൈസ് ഈക്വൽസ് കോസ്റ്റ് പ്ലസ് എ റീസണബിൾ മാർക്കപ്പ്. ഇതാണ് ആദ്യമായി നമ്മൾ പഠിച്ച എക്കണോമിക്സ്. പ്രൈസ് എന്ന് പറയുന്നത്, പ്രൈസ് ഈക്വൽസ് കോസ്റ്റ് പ്ലസ് എ റീസണബിൾ മാർക്കപ്പ്. ഇതാണ് ആദ്യമായി ചൈൽഡ്ഹുഡിൽ ബിസിനസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്, എക്കണോമിക്സിനെ കുറിച്ച് പഠിച്ചത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് ഒരു റീസണബിൾ മാർജിൻ. ഇതാണ് ആദ്യമായി നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ കുട്ടിക്കാലത്ത് ആ കുഞ്ഞു മനസ്സിലേക്ക് കയറിയ ആ ധാരണയാണ് 500 രൂപയ്ക്ക് മേടിക്കുന്ന നമുക്ക് കിട്ടുന്ന ഒരു ചെയർ, ഇത് 700-നോ 800-നോ 1000-നോ വരെ വിൽക്കുന്നത് വി കൺസിഡർ ഇറ്റ് ആസ് ഫെയർ. ഓക്കെ, 500-ന് മേടിച്ചു, ഞാൻ 700-ന് വിൽക്കുന്നു, ഗുഡ്. 800-ന് വിൽക്കുന്നു, കുഴപ്പമില്ല. 1000-ന് വിൽക്കുന്നു, ഗുഡ്. വാട്ട് ഇഫ് ഐ എം ചാർജിങ് 5000? ഇത് അൺഫെയർ ആണ്, ഇത് ആർത്തിയാണ്, അത് ശരിയല്ല. ഇതാണ് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നത്. ഇതിന് ഒരുപാട് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ആയിട്ട് ഒരുപാട് സിനിമകളും ഒരുപാട് കഥകളും ഒരുപാട് കെട്ടുകഥകളും ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇത് ചില ഫിസിക്കലായിട്ടുള്ള ചില പ്രൊഡക്ട്സിന് ഇറ്റ് മേ ബി റൈറ്റ്. ഫിസിക്കൽ പ്രൊഡക്ട്സ്, ഇപ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, കമ്മോഡിറ്റീസ്, അതിന് ചിലപ്പോൾ ശരിയായിരിക്കാം. നമുക്ക് അതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് ഒരു MRP ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ബട്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ് ഫോർ എക്സ്പെർട്ടൈസ്. നിങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസ് കൊടുക്കുന്നതിന്, നിങ്ങൾ കാരണം മറ്റൊരാളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നതിന്, നിങ്ങൾ പകർന്നു കൊടുക്കുന്ന അറിവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ there is no fair fallacy. There is nothing known as fairness. നിങ്ങളൊരു കമ്മോഡിറ്റി അതുപോലെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇത് അവരുടെ ലൈഫിൽ, ഓക്കെ, ഇത് അവർക്ക് ഉപകാരപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അതേസമയം ആ കമ്മോഡിറ്റിയോടൊപ്പം നിങ്ങളുടെ എക്സ്പെർട്ടൈസ് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ നിങ്ങളുടെ അറിവ് അവരുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻസ് വരുത്തുന്നുണ്ട് എങ്കിൽ, ഞാൻ 2017 ഞാൻ എനിക്ക് 70 രൂപയ്ക്ക് കിട്ടിയ ഒരു പെൻഡ്രൈവ്, 70 രൂപയ്ക്ക് കിട്ടിയ പെൻഡ്രൈവ് ഞാൻ വിറ്റത് 3300 രൂപയ്ക്കാണ്.
70 രൂപയ്ക്ക് കിട്ടിയ പെൺഡ്രൈവ് 3300 രൂപയ്ക്കാണ് ഞാൻ വിറ്റത്. ഒന്നും രണ്ടും അല്ല, 3500ഓളം പീസുകൾ ഞാൻ വിറ്റിട്ടുണ്ട്. അത് മേടിച്ചവരും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. 2017 ഓൾമോസ്റ്റ് ഞാൻ ചാർജ് ചെയ്തത് 30-40 മടങ്ങ്, 40 ടൈംസ് ഞാൻ അതിന് വില കൂട്ടിയാണ് അതിന് വിറ്റത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 70 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പെൺഡ്രൈവ് ആരാണ് 3300 മേടിക്കുന്നത്? ആ 70 രൂപയുടെ പെൺഡ്രൈവിന്റെ അകത്തേക്ക് ഞാൻ എൻ്റെ അറിവുകൾ ആഡ് ചെയ്തു. ഞാൻ എൻ്റെ 13 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, എങ്ങനെ പ്രൈസ് പ്രസന്റേഷൻ നടത്താം, എങ്ങനെ നെഗോസിയേഷൻസ് നടത്താം. വോയിസ് ആണ്, പോഡ്കാസ്റ്റ് ആണ്, ഓഡിയോ പോഡ്കാസ്റ്റ്. അപ്പം കസ്റ്റമർക്ക് ഇത് വാങ്ങിക്കുന്ന ബിസിനസ്സുകാരന് അവന്റെ കാറിൽ ഇത് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇവൻ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇതാ കേട്ടോണ്ടിരിക്കുന്നത്. എങ്ങനെ പ്രീമിയം വിൽക്കാം, എങ്ങനെ നല്ല കസ്റ്റമറെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ആരാണ് ചീപ്പ്, ആരാണ് പ്രീമിയം, ആരാണ് ഇമോഷണൽ, എങ്ങനെ നല്ല സ്റ്റാഫിനെ, സെയിൽസ് ടീമിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കണം. ഇതിന്റെ ഒരു 6 മണിക്കൂറുള്ള 3 ക്ലാസ് ആണ്. ഒരു ക്ലാസ് 2 മണിക്കൂർ വീതം 3 ക്ലാസ്. അതിൽ ഇന്നോവേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ടീമിനെ കുറിച്ച് പറയുന്നുണ്ട്, സെയിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മേടിച്ച 3500 ബിസിനസ് ഓണേഴ്സ് വാങ്ങിയത് ആ പെൺഡ്രൈവ് അല്ല. ആ പെൺഡ്രൈവിന്റെ അകത്ത് എന്തുണ്ടോ അതാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. എനിക്കത് ലാൻഡിങ് പ്രൈസ് വന്നത് 50 രൂപ മാത്രമാണ് ഒരെണ്ണത്തിന്. പിന്നെ എനിക്ക് ആ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഈ 6 മണിക്കൂർ റെക്കോർഡ് ചെയ്യുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 6 മണിക്കൂർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അത് എഡിറ്റ് ചെയ്യാനും ആ സ്റ്റുഡിയോയുടെ എക്സ്പെൻസും എല്ലാം കൂടെ എനിക്ക് വരുന്നത് 70 രൂപ. 50 രൂപ പെൺഡ്രൈവിനും 20 രൂപ സ്റ്റുഡിയോയിലും ഒരു പെൺഡ്രൈവിന്റെ കോസ്റ്റ്. ഈ 3300 പ്ലസ് ഡെലിവറി കോസ്റ്റ് ആണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. ഡെലിവറി ചാർജ് എക്സ്ട്രാ. അവിടെ എനിക്ക് തോന്നിയില്ല 50 രൂപയ്ക്ക് എനിക്ക് കിട്ടിയ സാധനം 70 രൂപ കോസ്റ്റ് വന്ന ഒരു സാധനം 50 ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നത് തെറ്റല്ലേ എന്ന് എനിക്ക് തോന്നിയില്ല. അത് ഞാൻ ഭയങ്കര ദുഷ്ടനായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആർത്തിയുള്ളവനായതുകൊണ്ടോ അല്ല. ഞാൻ കണ്ടത് അതിനെ മറ്റൊരു ആംഗിളിലാണ്. എന്താണ് ആ പെൺഡ്രൈവിലുള്ളത്? ഈ പെൺഡ്രൈവിലെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരാളുടെ ലൈഫിൽ എന്ത് ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ അറിവ് അവരെ എന്തൊക്കെ മിസ്റ്റേക്കിൽ നിന്നാണ് രക്ഷിക്കാൻ പോകുന്നത്? അതിൻ്റെ അകത്ത് മുഴുവൻ എൻ്റെ 13 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, നോളജ് ആണ് അതിൻ്റെ അകത്തുള്ളത്. അതിനു വേണ്ടിയിട്ട് എത്ര 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 ആട്ടും തുപ്പും ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയിടത്തും പോയി മണിക്കൂറുകൾ കസ്റ്റമറുടെ പിന്നാലെ നടന്ന് കെഞ്ചി തെണ്ടി ഞാൻ സെയിൽസ് എടുത്തിട്ടുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നുള്ള എൻ്റെ അറിവ്, അതുപോലെ തന്നെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഫ്രെയിംവർക്ക്, 4 തരം കസ്റ്റമർ ഉണ്ട്. ചീപ്പ് കസ്റ്റമർ, ഡിഫിക്കൽട്ട് കസ്റ്റമർ, എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ, ഇമോഷണൽ കസ്റ്റമർ. എ സിമ്പിൾ ഫ്രെയിംവർക്ക്. അവർക്ക് ഇതല്ലാതെ അത് മനസ്സിലാകണമെങ്കിൽ വർഷങ്ങൾ അവരുടെ ബിസിനസ്സിൽ കിടന്നവർ അനുഭവിക്കണം. എന്നെ സംബന്ധിച്ച് ദാറ്റ് പെൺഡ്രൈവ് ഇറ്റ്സ് ജസ്റ്റ് എ ഡെലിവറി വെഹിക്കിൾ. എന്നെ സംബന്ധിച്ച് ആ പെൺഡ്രൈവ് അല്ല പ്രൊഡക്റ്റ്. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്? ആ പെൺഡ്രൈവ് വാങ്ങിച്ച് കേട്ട് പഠിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് പ്രൊഡക്റ്റ്. ഒരിക്കലും ആ പെൺഡ്രൈവിനെ ഞാൻ പ്രൊഡക്റ്റായി കണ്ടിട്ടില്ല. ആ പ്രൊഡക്റ്റിൽ പറഞ്ഞിരിക്കുന്ന എൻ്റെ അനുഭവങ്ങളും അറിവുകളും ഫ്രെയിംവർക്കുകളും കാരണം അത് കേൾക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ, അതാണ് എൻ്റെ പ്രൊഡക്റ്റ്. ആ ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ പേയ്മെന്റ് ചാർജ് ചെയ്യുന്നത്. കിങ്സ് ക്ലബ് ഈ സൂമിന് എന്ത് ചെലവാണ്? 1000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൂമിന് എനിക്ക് ഒന്ന് $100. ഒരു മാസത്തേക്ക് 10,000 രൂപ മാത്രം ചെലവ്. വാട്ട് ഈസ് സൂം? സൂം അല്ല എൻ്റെ പ്രൊഡക്റ്റ്. അതൊരു ഒരു വെഹിക്കിൾ മാത്രമാണ്. ആ സൂമിനെ ഒരു പ്രൊഡക്റ്റായി ഞാൻ കണ്ടാൽ എൻ്റെ കോസ്റ്റ് എത്രയെന്ന് നോക്കിയാൽ എനിക്ക് 10,000 രൂപ
എന്ത് വരുന്നുണ്ട്? സൂമിന് വരുന്നുണ്ട്, കറണ്ട് ബില്ല് ഒരു 10,000 രൂപ വരുന്നുണ്ട്, ഇന്റർനെറ്റിന് ഒരു 5,000 രൂപ വരുന്നുണ്ട്. 25,000 രൂപ എന്റെ കോസ്റ്റ്. ഞാൻ എന്റെ ഒരു മാർജിനും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പൊ 25,000 ഇൻറ്റു കിങ്സ് ക്ലബിൽ 1000 പേരുണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ എത്രയായി? ഒരാൾക്ക് 25 രൂപയാണ് എന്റെ കോസ്റ്റ് ഒരു മാസത്തേക്ക്. 25 രൂപ. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഓക്കെ 25 രൂപ ഒരു മാസത്തേക്ക്, എങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ ഒരു 100% പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, എങ്കിൽ 50 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇത് തരണം. നിങ്ങൾ ഇങ്ങനെയാ വില കൂട്ടുന്നത്. 25 രൂപയാണ് പെർ ഹെഡ് നിങ്ങളുടെ ചെലവ്. ഇനി പോട്ടെ, 100 പേരേ ഉള്ളൂ കിങ്സ് ക്ലബിൽ എന്നിരിക്കട്ടെ, 250 രൂപ പെർ ഹെഡ് എനിക്ക് ചെലവ്. ഞാനിപ്പോൾ കണക്ക് കൂട്ടുകയാണ്, 250 രൂപ കോസ്റ്റ് വരുന്നു. അപ്പോൾ ഒരു 30% പോട്ടെ, 50% അല്ല 100%, ഓക്കെ 500 രൂപ പെർ മന്ത്. 500 രൂപ പെർ മന്ത് എങ്കിൽ കിങ്സ് ക്ലബിന്റെ ഇയർലി പേയ്മെന്റ് എന്ന് പറയുന്നത് 6,000 രൂപ. അത് ഞാൻ ഡിസ്കൗണ്ട് കൂടെ ചേർത്ത് തരും, 5,000 രൂപയ്ക്ക് കിങ്സ് ക്ലബ്. അപ്പോഴും എന്റെ മനസ്സിൽ ഹാപ്പിയാ, കാരണം 250 രൂപയേ ഉള്ളൂ എന്റെ ചെലവ്, 400 രൂപ എനിക്ക് കിട്ടുന്നുണ്ട്, 150 രൂപ എക്സ്ട്രാ, അടിപൊളി. ബാക്കി എല്ലാവർക്കും 10%, 15% മാർക്കറ്റിൽ ബിസിനസ്സിൽ കിട്ടുന്നുള്ളൂ, എനിക്ക് മാത്രം 60%, 70% പ്രോഫിറ്റ്. വാട്ട് ഈസ് യുവർ പ്രൊഡക്റ്റ്? നിങ്ങൾ വിൽക്കുന്ന ആ സാധനമല്ല നിങ്ങളുടെ പ്രൊഡക്റ്റ്. നിങ്ങൾ വിൽക്കുന്ന ആ സാധനം മൂലം കസ്റ്റമറുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. ആ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. നിങ്ങൾ കൊടുക്കുന്നത് വെറും ഒരു വെഹിക്കിൾ മാത്രം, ജസ്റ്റ് എ വെഹിക്കിൾ. സോ ആ റൂട്ട് കോസ് വരുന്നത് ഒന്ന് നിങ്ങളുടെ മെന്റാലിറ്റിയിൽ നിന്നാണ്. ദാറ്റ് റൂട്ട് കോസ് ഒന്ന് മെന്റാലിറ്റി. ആ കുഞ്ഞുനാൾ മുതൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ മെന്റാലിറ്റി. 2, റൂട്ട് കോസ് നമ്പർ 2, ദ അവർ ബേസ്ഡ് മെന്റാലിറ്റി. ഇത് കോസ്റ്റ് ആണ്, ഇത് കോസ്റ്റ് ബേസ്ഡ്. 2, അവർ ബേസ്ഡ്, മണിക്കൂറിന്. ഞാൻ ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പോവാണ്, അതിന് എനിക്ക് എത്ര മണിക്കൂർ വേണ്ടി വരുന്നു, ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ് ഫോർ മീ. അപ്പൊ ഞാൻ നോക്കുകയാണ് മുസ്തഫയ്ക്കയുടെ ബിസിനസിന്റെ അകത്ത് ഒരു കാര്യം, ഒമാനിലോട്ട് എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടയോ. മുസ്തഫയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് അജ്മാൻ വരെ പോകണം. പോകാനായിട്ട് വരാനായിട്ടും 1 മണിക്കൂർ, ഒരു 2 മണിക്കൂർ പോയിട്ട് മുസ്തഫയ്ക്കയുടെ അടുത്ത് ഇരുന്ന് പറഞ്ഞു കൊടുക്കണം കാര്യം. ഓക്കെ, എങ്കിൽ ഒരു മണിക്കൂറിന് ഒരു 5,000 രൂപ വെച്ചിട്ട് 15,000 രൂപ, 3 മണിക്കൂർ 15,000 രൂപ, മണിക്കൂറിന് 5,000 രൂപ. ഓ, 5,000 രൂപ പെർ അവർ. ഇറ്റ് ഫീൽസ് ബിഗ്. 8 മാസം മുന്നേ മുസ്തഫയ്ക്ക് ഇവിടെ വരുമ്പോ ഒമാനിലേക്ക് എക്സ്പാൻഷന് വേണ്ടി പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയം, അതിന്റെ തീരുമാനം എടുത്തിട്ടാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. പക്ഷേ അന്ന് ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്ടിൽ വന്നിരുന്നപ്പോ മുസ്തഫയ്ക്ക് മനസ്സിലായി എന്റെ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ല എന്ന്. ഇപ്പൊ ഞാൻ എക്സ്പാൻഷന് പോയാൽ അതും ഇല്ലാതെയാകും, ഇതും ഇല്ലാതെയാകും, ഇത് ഫിക്സ് ചെയ്തിട്ട് പോയാ മതി എന്ന് തീരുമാനിച്ചു. അന്ന് തന്ന 500 ദിർഹംസ് മുസ്തഫയ്ക്കയുടെ ജീവിതത്തിൽ 50 ലക്ഷത്തിന് മുകളിലുള്ള നഷ്ടമുണ്ടാക്കാതിരിക്കാനുള്ള റീസണായി മാറി. 50 ലക്ഷം നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റീസണായി മാറി അന്നത്തെ ആ 3 മണിക്കൂർ സമയം. ആ 50 ലക്ഷം രൂപ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലാഭം ഉണ്ടാക്കി ആ 3 മണിക്കൂർ. ഒരു പക്ഷേങ്കിൽ നമ്മൾ ആ 3 മണിക്കൂർ കൊടുത്തത് കൊണ്ട് അവരുടെ ലൈഫിൽ ഒരു എല്ലാ മാസവും 10 ലക്ഷം രൂപ വെച്ച് ഏൺ ചെയ്യാൻ പറ്റുന്ന, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരിക്കും നമ്മളുടെ ആ 3 മണിക്കൂർ മൂലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്, അവരുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്നുകിൽ 50 ലക്ഷം രൂപ ലാഭം, അല്ലെങ്കിൽ എല്ലാ മാസവും 10 ലക്ഷം രൂപ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്.
ആ മണിക്കൂർ നോക്കിക്കഴിഞ്ഞാൽ 3 മണിക്കൂറിന് 15,000 ഈസ് ഫെയർ. എന്റെ ചോദ്യം, 50 ലക്ഷം രൂപ ലാഭം വരുത്തിയ, അല്ലെങ്കിൽ എല്ലാ മാസവും 10 ലക്ഷം രൂപ വീതം ഉണ്ടാക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ഒരാളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തിയിരിക്കുന്നിടത്ത് 15,000 ഈസ് ഇറ്റ് ഫെയർ? ആ ഒരൊറ്റ കാരണം കൊണ്ട് മുസ്തഫയ്ക്ക് അന്ന് തന്നെ കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്തു. 2 lakhs ഇട്ടിട്ട് 10,000 ദിർഹംസ് ഇട്ടിട്ട് കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്തു. കിങ്സ് ക്ലബിൽ വന്നിട്ട് ആ ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മുസ്തഫയ്ക്ക് ചെയ്തു. അപ്പൊ മുസ്തഫയ്ക്ക് മനസ്സിലായി, ഇങ്ങനെ പോരാ, എനിക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എനിക്കിത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, എന്റെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും, എന്റെ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മുസ്തഫയ്ക്ക് 6-ാം മാസത്തിൽ കിങ് മേക്കേഴ്സിൽ ജോയിൻ ചെയ്തു. 50,000 ദിർഹംസ് തന്നിട്ട് കിങ് മേക്കേഴ്സിൽ മുസ്തഫയ്ക്ക് ജോയിൻ ചെയ്തു. നൗ ഇപ്പൊ എന്റെ കൂടെ അബുദാബി വന്നു, കോർഫക്കാനിൽ വന്നു, ദൈനി മൂന്നാറിൽ വരാൻ പോകുന്നു. മുസ്തഫയ്ക്ക് എന്റെ അടുത്ത് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 50 + 10 + 500 60,500 ദിർഹംസ് എന്നിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോ മുസ്തഫയ്ക്കയുടെ ലൈഫിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളിൽ നിന്ന് മുസ്തഫയ്ക്ക് ഈ ഒരൊറ്റ യുദ്ധ സാഹചര്യം മാത്രം നോക്കിയാൽ മതി. അന്ന് ആ എക്സ്പാൻഷന് പോയിരുന്നെങ്കിൽ അതിനുശേഷം ഇപ്പോഴത്തെ ഈ ഗൾഫ് വാർ വരുന്ന സമയത്ത് എന്ത് ചെയ്തേനെ? അവിടെ ഓഫീസ് എടുത്തേനെ, അവിടെ സ്റ്റാഫിനെ എടുത്തേനെ, അവിടെ ലൈസൻസ് എടുത്തേനെ, അവിടെ വെയർ ഹൗസ് എടുത്തേനെ. ഈ പറയുന്ന സമയത്തെല്ലാം അവിടെ റെന്റും എക്സ്പെൻസും ആയിക്കൊണ്ടിരുന്നേനെ. ഈ മനുഷ്യന് UAE-യിൽ നിന്ന് ഒന്ന് ഒമാനിലേക്ക് പോകാൻ പോലും പറ്റാതെ ഇവിടെ പെട്ടുപോയേനെ. എന്നാൽ ആ സമയം എന്റെ കൂടെ വന്ന് കോർഫക്കാനിലും എന്റെ കൂടെ വന്ന് അബുദാബിയിലും ഒക്കെ ഇരുന്ന് അടുത്ത 10 വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തപ്പോ ആ മനുഷ്യന്റെ ലൈഫിലെ, അതും UAE-ല് ഒന്നുമില്ലാതെ വന്നിറങ്ങിയ ഒരാളാണ്. അങ്ങനെ വന്നിറങ്ങിയ ഒരാളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കിയതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുകയും ഇനി അതിനു മുകളിൽ, എനിക്ക് തോന്നുന്നു മുസ്തഫയ്ക്ക് ഒന്ന് മ്യൂട്ട് മാറ്റണേ, എനിക്ക് തോന്നുന്നു ഇപ്പം 2,000 കോടിയോ മറ്റോ ആണ് അടുത്ത 10 വർഷത്തേക്ക് മുസ്തഫയ്ക്കയുടെ വിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, എന്റെ 3 മണിക്കൂറിനാണ് ഞാൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ 15,000 ഈസ് ഓക്കെ, ഇറ്റ് ഫീൽസ് ഫെയർ. എന്റെ ചോദ്യം, ആ 3 മണിക്കൂർ മൂലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എത്രയാണ് ചാർജ് ചെയ്യേണ്ടത്? മുസ്തഫയ്ക്ക് പറയൂ, ഞാൻ ഈ പറഞ്ഞൊക്കെ ശരിയല്ല? യെസ് സാർ, ശരിയാണ് സാർ, എല്ലാം പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ ഒമാനിൽ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോഴായിരുന്നു സാറിന്റെ അടുത്ത് വന്നതും സാറിന്റെ ആദ്യത്തെ ക്ലാസ് കണ്ടതൊക്കെ അപ്പം തന്നെയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയും പിന്നീട് അതിന്റെ എല്ലാ കാര്യങ്ങളും സാർ പറഞ്ഞ പോലെ 1 by 1 ചെയ്തതിന് ശേഷം എല്ലാം സെറ്റായതിനു ശേഷം ഇപ്പോഴാണ് ഞാൻ ഒമാനിൽ പോയിട്ട് ജസ്റ്റ് ഒരു ലൈസൻസ് എടുത്തിട്ടുള്ളൂ. അവിടെ ഓഫീസും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. ഇന്ന് രാവിലെ ഇത്രയും ഞാൻ പറയാൻ കാരണം, ഞാൻ എഴുന്നേറ്റുന്ന ആദ്യം കാണുന്ന മുസ്തഫയ്ക്കയുടെ വാട്സപ്പ് മെസ്സേജ് ആണ്. ഒമാനിലെ ലൈസൻസ് എടുത്തിരിക്കുന്നത്, വളരെ സന്തോഷത്തോടുകൂടി എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നിട്ട് എനിക്ക് അയച്ചിരിക്കുന്നു, താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ലൈസൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു പൈസന്റെ ലൈസൻസ് മാത്രം എടുത്തിട്ടുള്ളൂ. അത് വെച്ച് അവിടുത്തെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഓഫീസ് എടുത്തേനെ, നമ്മൾ വെയർ ഹൗസ് എടുത്തേനെ, നമ്മൾ സ്റ്റാഫിനെ വെച്ചേനെ ആണോ വയ്ക്കാം? അത് എല്ലാം കണ്ടിട്ടായിരുന്നു ഞാൻ ആദ്യം സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നു. അവിടെ പോയിട്ടെല്ലാം സെറ്റാക്കി സംഭവം കണ്ട് ഏകദേശം വർഷത്തിൽ 1.5 ലക്ഷം ദിർഹംസിന്റെ എക്സ്പെൻസ് കണ്ടിട്ടായിരുന്നു അവിടെ പോയിട്ട് ഞാൻ വന്നത്. അപ്പോഴാണ് സാറിന്റെ ക്ലാസ് കേൾക്കുന്നത്. അതോടെ അതിന് പിന്മാറുകയാണ് ചെയ്തത്. 1.5 ലക്ഷം ദിർഹംസ്. ആ 1.5 ലക്ഷം ദിർഹംസ് ഒരു വർഷം കൊണ്ട് അവിടെ കൊണ്ടുപോയി വെറുതെ നശിപ്പിക്കാൻ പോയ മനുഷ്യന്റെ അടുത്ത് 60,500 ദിർഹംസ് മേടിച്ചിട്ട് അടുത്ത 10 വർഷത്തേക്ക് എത്രയാ മുസ്തഫയ്ക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു 1000 കോടി. സോ എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോസ്റ്റോ അല്ലെങ്കിൽ ഈ അവേഴ്സോ മണിക്കൂറോ, ഒന്നുകിൽ കോസ്റ്റ് അല്ലെങ്കിൽ അവേഴ്സ്, എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൈസിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നോ അപ്പോൾ നിങ്ങൾ യു ഗെറ്റ് ഡിസ്കണക്റ്റഡ് ഫ്രം വാല്യൂ. നിങ്ങൾ കൊടുക്കുന്ന വാല്യൂവിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ആവും. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് പോകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നോക്കുന്നത് എനിക്ക് എന്ത് ചെലവ് വരുന്നെന്നോ എനിക്ക് എത്ര മണിക്കൂർ വേണ്ടി വരുന്നെന്നോ അല്ല. ഇന്നലെ ഞാൻ ഇരുന്ന് പഠിക്കുന്നത് എത്ര മണിക്കൂർ ഞാൻ ഇരിക്കുന്നു എന്ന് ഞാൻ കണക്ക് കൂട്ടത്തില്ല. ഞാൻ നോക്കുന്നത് മുഴുവൻ അത് അങ്ങനെ ഒരു മണിക്കൂർ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ ഒരു ദിവസം എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. സോ ഈ പ്രൈസ് എപ്പോ നിങ്ങൾ വാല്യൂവിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നോ നിങ്ങൾ അണ്ടർ ചാർജ് ചെയ്യും.
എവറി ടൈം യു വിൽ അണ്ടർ ചാർജ്. സോ ഈ കോസ്റ്റോ അവേഴ്സോ നിങ്ങളുടെ പ്രൈസിങ്ങിന്റെ ഘടകമായി നിങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ, യുവർ പ്രൈസ് ഈസ് ടു ലോ. സോ ഒന്ന് കോസ്റ്റ്, രണ്ട് അവേഴ്സ്. മൂന്നാമത്തെ ഒരു റൂട്ട് കോസ് ഉണ്ട്. നിങ്ങൾ വില കുറച്ച് കൊടുക്കുന്നതിന്റെ മൂന്നാമത്തെ ഒരു റൂട്ട് കോസ് ഉണ്ട്. അതാണ് ദ ഗിൽറ്റ് ഓഫ് അസിമെട്രിക് ഇൻഫർമേഷൻ. ദ ഗിൽറ്റ് ഓഫ് അസിമെട്രിക് ഇൻഫർമേഷൻ. അസിമെട്രിക് ഇൻഫർമേഷൻ. അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാം. ഓക്കെ, എനിക്കൊരു കാര്യം അറിയാം. ലെറ്റ്സ് സേ എനിക്ക് നിങ്ങളുടെ സെയിൽസ് ടീമിനെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ അറിയാം. അതിന് ചില അറിവുകൾ എൻ്റെ കയ്യിലുണ്ട്, ചില ചെപ്പടി വിദ്യകൾ എൻ്റെ കയ്യിലുണ്ട്. വാട്ട് ഈസ് അസിമെട്രിക് ഇൻഫർമേഷൻ? അത് ഞാൻ ഇപ്പം ലെറ്റ്സ് സേ മുസ്തഫയ്ക്ക് ഇങ്ങോട്ട് വരുന്നു. മുസ്തഫയ്ക്ക് ഒമാനിലേക്ക് എക്സ്പാൻഷന് വേണ്ടി പോകുന്നു. മുസ്തഫയ്ക്ക് ചെയ്യാൻ പോകുന്ന തെറ്റെന്താണെന്ന് എനിക്കറിയാം. മുസ്തഫയ്ക്ക് എന്താണ് ശരിക്കും ചെയ്യേണ്ടതും എന്ന നോളജ് എനിക്കുണ്ട്. വാട്ട് ഈസ് അസിമെട്രിക് നോളജ് ഇൻഫർമേഷൻ? എനിക്ക് തോന്നുകയാണ് ഈ മനുഷ്യൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, അത് തെറ്റാണ്, അത് തെറ്റാണെന്ന് എനിക്കറിയാം, അതെങ്ങനെ ചെയ്യണമെന്നും എനിക്കറിയാം. ആ നോളജ് എനിക്കുണ്ട്. അപ്പോ ആ അറിവ് ഞാൻ കാശ് മേടിച്ചിട്ട് കൊടുക്കുന്നത് തെറ്റല്ലേ എന്ന് തോന്നൽ. അതാണ് അസിമെട്രിക് ഇൻഫർമേഷൻ. എൻ്റെ അറിവ് അതെനിക്ക് ദൈവം തന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ആ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് ഞാൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ പൈസ മേടിക്കുന്നത് തെറ്റല്ലേ? am I taking knowledge advantage? അവരുടെ അറിവില്ലായ്മയെ ഞാൻ ചൂഷണം ചെയ്യുകയല്ലേ എന്ന് തോന്നൽ. ദാറ്റ് ഈസ് ദ ഡീപ്പസ്റ്റ് റൂട്ട് കോസ്. അവർക്ക് അറിയാത്ത ഒരു കാര്യം എനിക്കറിയാം, അതിന് ഞാൻ പൈസ മേടിക്കുന്നത് am I taking an unfair advantage of that? അത് ദൈവത്തിന് നിരക്കാത്തതല്ലേ? ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുന്ന ഡോക്ടർ, പേഷ്യന്റിന് അറിയാത്ത കാര്യങ്ങളാണ് പുള്ളിയുടെ അറിവ്. പുള്ളിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരുവാണ്, അയ്യോ ഞാൻ അതെങ്ങനെ അവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്ന ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവരെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കാം, ഓപ്പൺ ഹാർട്ട് സർജറി നടത്താം, അവരങ്ങ് ചെയ്തോട്ടെ. ഒരു വക്കീലിന് തോന്നുകയാണ്, അയ്യോ ഓ അവര് പാവം പിടിച്ച ആളുകളാ, ഇതൊന്നുമില്ല, നിയമവശങ്ങളാണല്ലോ, നിയമവശം എന്ന് പറയുന്നത് ഈ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതാണല്ലോ, അത് ഞാൻ അവർക്കങ്ങ് പറഞ്ഞു കൊടുത്താൽ അവർ തന്നെ കോടതിയിൽ പോയി അങ്ങ് പറഞ്ഞാൽ പോരാ, ഞാൻ എന്തിനാണ് അത്, ഞാൻ അവരെ ചൂഷണം ചെയ്യുന്ന ശരിയാണോ? ഡോക്ടറും വക്കീലും എഞ്ചിനീയറും ടീച്ചറും എല്ലാവരും ചെയ്യുന്നത് അസിമെട്രിക് ഇൻഫർമേഷൻ. മറ്റൊരാളിന്റെ അറിവില്ലായ്മ എൻ്റെ അറിവായി മാറ്റുന്നു, അതിന് ഞാൻ ചാർജ് ചെയ്യുന്നു. നിങ്ങൾ ബിസിനസ് ഓണേഴ്സിനോട് എൻ്റെ ചോദ്യം, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇത്രയും നാളത്തെ തിരിച്ചറിവുകൾ, വിസ്ഡം, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിന് ഫ്രീ കൊടുത്തോണ്ടിരിക്കുകയാണെന്നേ. ആണോ? ആർക്കൊക്കെ തോന്നുന്നു? നിങ്ങളുടെ ഇത്രയും നാളത്തെ ആ അനുഭവം നേടാൻ നിങ്ങൾ എത്ര ലക്ഷം രൂപ മുടക്കിയെന്നേ, എത്ര വർഷം നിങ്ങളുടെ കളഞ്ഞെന്നേ. പതിറ്റാണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ അനുഭവം എന്തിനാടാവേ ഫ്രീ കൊടുക്കുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് ഇത് ഒരു കുത്തലായിട്ട് തോന്നുന്നത്? എവരി എക്സ്പേർട്ട് ഇൻ ദിസ് വേൾഡ് ഹാസ് അസിമെട്രിക് ഇൻഫർമേഷൻ. എങ്കിൽ ഈ ലോകം മുഴുവൻ ചൂഷണമാണ്, എങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാം ചൂഷണമാണെന്നേ. ഒരു ഡോക്ടർ, അയാൾക്കറിയാം ഏത് മരുന്ന് കഴിച്ചാൽ എൻ്റെ പനി മാറുമെന്ന്, അയാൾ എന്തിനാ അതിന് കാശ് മേടിക്കുന്നത്? അയാൾ ഉണ്ടാക്കിയതാണോ മരുന്നല്ലല്ലോ. അയാൾ ചുമ്മാ വാട്സപ്പിന്റെ അകത്ത് ഈ മരുന്ന് ഫാർമസി ചെന്നിട്ട് ഈ മരുന്ന് മേടിച്ചാൽ മതി കേട്ടോ, ഇത്രയും പറഞ്ഞാൽ പോരെ, ഇതിനെന്തിനാ ഇയാൾ കാശ് മേടിക്കും? അസിമെട്രിക് ഇൻഫർമേഷൻ ആണെങ്കിൽ ഒരു ഡോക്ടറും ഫീസ് മേടിക്കരുത്, ഒരു വക്കീലും ഫീസ് മേടിക്കരുത്, ഒരു എഞ്ചിനീയറും ഫീസ് മേടിക്കരുത്, ഒരു ആർക്കിടെക്റ്റും ഫീസ് മേടിക്കരുത്. കാരണം ഹാർഡ് വർക്ക്, വിയർപ്പൊഴുക്കിയാൽ മാത്രമേ കാശുള്ളൂ. തെറ്റിദ്ധാരണ. പക്ഷെ നിങ്ങൾ ഇത് കുത്തിയിരുന്ന് ഇത് മനസ്സിലാക്കി പഠിച്ചെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ആ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നിങ്ങളുടെ ബിസിനസ് ഫോക്കസ് ചെയ്തോണ്ടല്ലോ.
വെറും ചെറിയൊരു എമൗണ്ട് തന്നിട്ട് ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് നോളജ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഇല്ല എടുത്ത് സ്പൂണിന്റെ അകത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ തുറക്ക് ഒഴിച്ച് തന്നോണ്ടിരിക്കുക. സോ എവരി എക്സ്പേർട്ട് ഹാസ് അസിമെട്രിക് ഇൻഫർമേഷൻ. ദിസ് ഈസ് നോട്ട് ആൻ അൺഫെയർ അഡ്വാൻറ്റേജ്. ഇത് ചൂഷണമല്ല. ദിസ് ഈസ് വൈ ദേ ആർ വർത്ത് പേയിങ്. ഇതിനാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്. ആ അറിവിനാണ് നമ്മളുടെ വാല്യൂ. കാരണം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കിയിരിക്കുന്ന വർഷങ്ങൾ, അതിനുവേണ്ടി ഞാൻ കൊടുക്കേണ്ടി വന്ന എൻ്റെ കോസ്റ്റ്, എൻ്റെ സാക്രിഫൈസ്, എൻ്റെ പരാജയങ്ങൾ, അതിനു വേണ്ടിയിട്ട് ഞാൻ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ, ചാർജിങ് ഫോർ ദ ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് ഈസ് നോട്ട് ആൻ അൺഫെയർ തിങ്. ആ പറഞ്ഞിരിക്കുന്ന എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളുടെയും എൻ്റെ എല്ലാ മെനക്കേടുകളുടെയും എൻ്റെ എല്ലാം ത്യജിച്ചതിൻ്റെയും റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ തന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ കുട്ടിക്കാലത്തെ നമ്മളുടെ ചില വിശ്വാസങ്ങൾ എബൌട്ട് കോസ്റ്റ്, അവേഴ്സ് ആൻഡ് ഫെയർനെസ്, നിങ്ങൾ അഡൽട്ടായി മാറിയപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ പഠിച്ചു, നമുക്ക് റെപ്റ്റൈൽ ബ്രെയിൻ, ചൈൽഡ് ബ്രെയിൻ, അഡൽട്ട് ബ്രെയിൻ. നമ്മുടെ ആ ചൈൽഡ് ബ്രെയിനിൽ കിടക്കുന്ന ഈ 3 കാര്യങ്ങൾ, കോസ്റ്റ്, അവർ ആൻഡ് ഫെയർനെസ്, ഇത് നിങ്ങളുടെ അഡൽട്ട് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ആയിരിക്കുന്നു. ആൻഡ് അഡൽട്ട് ബ്രെയിനിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില അൺബിലീവബിൾ. നിങ്ങൾ പോലും അറിയുന്നില്ല അതിന് നിങ്ങൾ എന്ത് വില കൊടുക്കേണ്ടി വരുന്നു എന്ന്. ലോകത്തെ ഹയസ്റ്റ് മാർജിൻ ബിസിനസ് ഏതാണെന്ന് അറിയാവോ? ചാറ്റിലേക്ക് വാ. ലോകത്ത് ഏറ്റവും മാർജിൻ കിട്ടുന്ന ബിസിനസ് ഏതാണെന്ന് അറിയാം? ഹയസ്റ്റ് മാർജിൻ ബിസിനസ് ഇൻ ദ വേൾഡ്. ഫെയ്ത്ത്, വിശ്വാസം, കൺസൾട്ടിങ്, മെഡിക്കൽ, നിയമം, ലോ, ടെക്നോളജി, കൺസൾട്ടേഷൻ, സോഫ്റ്റ്വെയർ, എഡ്യൂക്കേഷൻ, റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, റിയൽ എസ്റ്റേറ്റ്. The highest margin business in the world, perfume business. Perfume. ഒരു ബോട്ടിൽ ഓഫ് ലക്ഷറി പെർഫ്യൂം നമ്മൾ 8,000, 16,000, 25,000 കൊടുത്ത് വാങ്ങിക്കുന്ന ലക്ഷറി പെർഫ്യൂം ആക്ച്വൽ ഇൻഗ്രീഡിയന്റ് എത്രയാണെന്നറിയോ? 100 മുതൽ 120 രൂപ, അല്ലെങ്കിൽ 150 രൂപ, അതല്ലെങ്കിൽ 250 രൂപ. അതിൻ്റെ ബോട്ടിലും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോഴത്തേന് 600 രൂപ. അതിൻ്റെ റീറ്റെയിൽ പ്രൈസ് 10,000 രൂപ. മാർക്കപ്പ് പ്രൈസ് 25 to 50 ടൈംസ്, 25 മുതൽ 50 ഇരട്ടി വരെയാണ് അതിന് ചാർജ് ചെയ്യുന്നത്. ഏതെങ്കിലും ലക്ഷറി ബ്രാൻഡിന് അതൊരു അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ നോക്കിയാൽ മതി, ഏതൊരു ലക്ഷറി ബ്രാൻഡിനും പെർഫ്യൂം ഉണ്ടായിരിക്കും ഒരു പ്രൊഡക്റ്റ് ആയിട്ട്. എന്തുകൊണ്ട്? ദാറ്റ് ഈസ് ദ ഹൈയസ്റ്റ് മാർജിൻ ബിസിനസ് ഇൻ ദ വേൾഡ്. കാരണം അവർക്കൊരു കാര്യം അറിയാം, സാധാരണ ബിസിനസ്സുകാർക്ക് അറിയാത്ത ഒരു കാര്യം അവർക്കറിയാം. കസ്റ്റമർ മേടിക്കുന്നത് അതിൻ്റെ അകത്തെ ലിക്വിഡ് അല്ല. കസ്റ്റമർ മേടിക്കുന്നത് ആ ഗ്ലാസ് ബോട്ടിലല്ല. പിന്നെ എന്താണ് കസ്റ്റമർ മേടിക്കുന്നത്? ഞാനത് സ്പ്രേ ചെയ്തിട്ട് ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ആ റൂമിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ ഇരിക്കുന്നവർ എന്നെ കരുതുന്ന ആ ഫസ്റ്റ് ഇംപ്രഷൻ, എന്നോട് സഹകരിക്കാൻ കാണിക്കുന്ന ആ ഇഷ്ടം, എന്നിൽ ഉണ്ടാക്കുന്ന ട്രസ്റ്റ്, ആ വന്നു കയറിയ ആളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ആ ഡിസിഷൻ, ആ വന്ന് കയറിയ ആളിന്റെ ഐഡന്റിറ്റി ഒരു വേൾഡ് ക്ലാസ് ബ്രാൻഡുമായി കണക്ട് ചെയ്യുന്നു. അങ്ങനെ പ്രഷ്യസ് ആയിട്ട് മാറുന്ന ആ മീറ്റിങ്ങുകൾ, ഇതിനൊന്നും വിലമതിക്കാൻ പറ്റില്ല.
നമ്മൾ ചെയ്യുന്നത്, നമ്മളാണ് ആ പെർഫ്യൂം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്തെ ലിക്വിഡിനും ആ ബോട്ടിലിനും ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. ആ ലക്ഷറി ബ്രാൻഡുകൾ ചെയ്യുന്നത് അതടിക്കുന്ന ആളുകളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനെയാണ് അവർ പ്രൈസായി കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് വൈ ലക്ഷറി ഫ്രാഗ്രൻസ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് മാർജിൻ ബിസിനസ് ഇൻ ദ വേൾഡ്. അതുകൊണ്ടാണ് ലൂയി വിറ്റൻ പോലുള്ള, ചാനൽ പോലുള്ള, ഹെർമിസ് പോലുള്ള എല്ലാ ബ്രാൻഡുകൾക്കും പെർഫ്യൂം ലൈൻ അവരുടെ പ്രൊഡക്റ്റ് ലൈൻ ആയിട്ടുണ്ട്. ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ഹാസ് നോ കോസ്റ്റ് സീലിംഗ്. I repeat, transformation has no cost ceiling. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിക്കുന്നത് മൂലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഈസ് അൺലിമിറ്റഡ്. നിങ്ങൾക്ക് അതിന് ചാർജ് ചെയ്യാൻ എത്ര വേണമെങ്കിലും ചാർജ് ചെയ്യാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ മെറ്റീരിയലിനല്ല കസ്റ്റമർ പേയ്മെന്റ് തരുന്നത്, നിങ്ങളുടെ മണിക്കൂർ. ഞാൻ 3 മണിക്കൂർ അവിടെ ചെന്ന് ഇരിക്കണം എന്ന് മുസ്തഫയ്ക്ക് ആഗ്രഹമില്ല. മുസ്തഫയ്ക്കയുടെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനാണ്. നമ്മൾ പറയുന്ന അല്ലെ നമ്മൾ കൊടുക്കുന്ന സാധനം കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അവരാഗ്രഹിക്കുന്നത്. അതിനായിരിക്കണം നമ്മൾ ചാർജ് ചെയ്യുന്നത്, ആ മാറ്റത്തിനായിരിക്കണം നമ്മൾ പ്രൈസ് ഇടുന്നത്. അല്ലാതെ ഫെയർ പ്രൈസിങ് ഈസ് ഐ ചാർജ് what feels reasonable to me. ഈ ഫെയർ പ്രൈസിങ്ങിന്റെ പ്രശ്നം എന്താ? ഐ ചാർജ് വാട്ട് ഫീൽസ് റീസണബിൾ ടു മീ. അവിടെ ഒരു ഗട്ട് ഫീലിൽ നിന്നാണ് നമ്മൾ ആ പ്രൈസ് ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾ ഈ രീതിയിലാണ് എങ്കിൽ ഗട്ട് ഫീലിംഗ് പ്ലസ് ഗിൽറ്റ് മാനേജ്മെന്റ് ഈക്വൽസ് പ്രൈസ്. നിങ്ങൾ വിലയിടുന്ന ഇങ്ങനെയാ, ഗട്ട് ഫീലിംഗ് പ്ലസ് ഗിൽറ്റ് മാനേജ്മെന്റ് ഈക്വൽസ് പ്രൈസ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ചൈൽഡ്ഹുഡിൽ നിന്ന് വന്നിരിക്കുന്ന ആ റൂട്ട് കോസിൽ നിന്ന് വന്നിരിക്കുന്ന ഒന്നുകിൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹവർ അല്ലെങ്കിൽ ആ ഫെയർനെസ്, അതിൽ നിന്ന് വന്നിരിക്കുന്ന ഗട്ട് ഫീലിംഗ് പ്ലസ് നിങ്ങളുടെ ആ കുറ്റബോധം, ആ ഗിൽറ്റ്, ആ ഫീലിംഗ് കൂടെ ചേരുന്നതാണ് നിങ്ങളുടെ പ്രൈസ്. ഈ ഫെയർ പ്രൈസിങ്ങിന്റെ പ്രശ്നം ഇമോഷണൽ പ്രൈസിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഇമോഷണൽ പ്രൈസിങ്ങിന്റെ പ്രശ്നം, ഇമോഷണൽ പ്രൈസിംഗ് ആയിരിക്കും ലോകത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിങ്. കാരണം ഇമോഷണലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് നമ്പറിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. സോ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട് പ്രൈസ് ഇടാനായിട്ട്. പ്രൈസിങ് ഓപ്ഷൻസ് ആർ നമ്പർ 1 എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് നോക്കുന്നു, നമ്മുടെ പ്രൊഡക്ഷന്റെ കോസ്റ്റിംഗ് എത്രയാണെന്ന് നോക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൈസ് ഇടുന്നു. അതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. രണ്ടാമത്തതാണ് അവേഴ്സ് ബേസ്ഡ്. എത്ര മണിക്കൂറുകൾ എടുക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ പ്രൈസ് എടുത്തു. മൂന്നാമത്തതാണ് ഫെയർനെസ്. ഇത് കുഴപ്പമില്ലാത്ത ഒരു വിലയാണ്. പ്രൈസിങ് ബേസ്ഡ് ഓൺ യുവർ കംഫർട്ട് ലെവൽ. ഈ 3 എണ്ണത്തിലാണ് നിങ്ങളുടെ പ്രൈസിങ് എങ്കിൽ എഴുതിക്കോ, അതിന്റെ പേരാണ് പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി. പോവർട്ടി, ദാരിദ്ര്യം, പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി. നാലാമത്തതാണ് നമുക്ക് വേണ്ടത് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. പ്രൈസിങ് ദ ഔട്ട്കം റിസീവ്ഡ്. 1 കോസ്റ്റ്, 2 അവർ, 3 ഫെയർനെസ്, 4 വാല്യൂ. ഇതിൽ ഈ 3 എണ്ണത്തിന്റെ പ്രത്യേകത ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ലുക്കിംഗ് ഇൻവേർഡ്. നമ്മളിലേക്കാണ് ഇവിടെ നോക്കുന്നത്. നമുക്ക് എത്ര ചെലവ് വരുന്നുണ്ട്, നമുക്ക് എത്ര മണിക്കൂർ വേണ്ടി വരുന്നുണ്ട്, നമുക്ക് എന്ത് ഗട്ട് ഫീലിംഗ് തോന്നുന്നുണ്ട്, നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് ഈ വിലയിട്ടിരിക്കുന്നത്. ഇത് മാത്രമാണ് യു ആർ ലുക്കിംഗ് അറ്റ് ദം. അവരിലേക്ക്, ഔട്ട്വേർഡ് ആണ് ഇവിടുത്തെ നോട്ടം. അവരിൽ നോക്കിയിട്ടാണ് ഈ പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇത് നോക്കിയിട്ടാണ് എങ്കിൽ കിങ്സ് ക്ലബിന്റെ റേറ്റ് എന്ന് പറയുന്നത് 5000 രൂപയായി മാറും. ഇത് നോക്കിയാൽ ഞാൻ ഇതാണ് നോക്കിയത്.
നിങ്ങൾ ഇതിൽ ഇതാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും റീസൺ യു ആർ ലുക്കിംഗ് ഇൻവേർഡ്. എനിക്കെന്ത് ചെലവ് വരുന്നു? എന്റെ ഓഫീസ് ഇത്രയാണ്, എന്റെ റെന്റ് ഇത്രയാണ്, എന്റെ കറണ്ട് ബില്ല് ഇത്രയാണ്, എന്റെ സ്റ്റാഫിന് ഇത്രയാണ്, എന്റെ വീട്ടിലേക്ക് ഇത്രയാണ്, എന്റെ മാർജിൻ ഇത്രയാണ്. എന്റെ യു ആർ ലിമിറ്റഡ്. യു ആർ ലിമിറ്റിംഗ്. കാരണം എപ്പോൾ നിങ്ങൾ ഇൻവേർഡ് നോക്കുന്നു, ദർ ഈസ് എ സീലിംഗ്, അതിനപ്പുറത്തോട്ട് പോവില്ല. എപ്പോൾ നിങ്ങൾ ഔട്ട്വേർഡ് നോക്കുന്നു, അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ. അപ്പൊ എന്തുണ്ടാവുന്ന ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ഇൻവേർഡ് നോക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ എപ്പോഴും നോക്കുന്നത് എനിക്കെന്ത് കിട്ടുമെന്നുള്ളതാ. നിങ്ങളൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്താൽ പോലും അവിടെ അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ ലാഭം എടുക്കുക എന്നായിരിക്കും 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഔട്ട്വേർഡ് ആണ് നോക്കുന്നതെങ്കിൽ ആ പ്രൊജക്റ്റ് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ചെയ്തു കൊടുക്കാമെന്നാണ് ചിന്തിക്കുന്നത്. കാരണം ഈ ട്രാൻസ്ഫോർമേഷൻ വരും തോറും വി ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് അവർ സെൽഫ്. എനിക്ക് കിങ്സ് ക്ലബിൽ എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കത്തില്ല, കിങ്സ് ക്ലബിൽ എത്ര പേര് ക്ലാസ്സിൽ കയറുന്നെന്ന് ഞാൻ നോക്കത്തില്ല, കിങ്സ് ക്ലബിൽ എത്ര പേര് റിന്യൂ ചെയ്യുന്നെന്ന് ഞാൻ നോക്കത്തില്ല. അതൊക്കെ നോക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വെൻ ഐ വാസ് ലുക്കിംഗ് ഇൻവേർഡ്. ആരൊക്കെയാണോ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നവർ അവരെന്റെ അടുത്ത് വരും, അവരെന്റെ കൂടെ നിൽക്കും. ഐ ആം ഹിയർ ഓൺലി ഫോർ ദ വിന്നേഴ്സ്, നോട്ട് ഫോർ ദ ലൂസേഴ്സ്. വിന്നേഴ്സ് ഞാൻ കൊടുക്കുന്നത് പോയി നടപ്പാക്കും, അവരത് അവരുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും. ആ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ഒരാളും എന്നെ വിട്ടുപോയില്ല. അവര് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യേണ്ടെന്നേ, അവരിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഞാൻ കാര്യങ്ങൾ ചെയ്താൽ മതി. ഐ എം നോട്ട് ലുക്കിംഗ് ഇൻവേർഡ്സ്. ഞാൻ എന്നിലേക്കല്ല നോക്കുന്നത്. ഇന്നത്തെ ക്ലാസ് മികച്ചതാക്കണമെന്ന് ഒരു ചിന്ത പോലും എനിക്ക് വന്നിട്ടില്ല. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റും അത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്താണ് എന്നോട് ചോദിക്കുകയാണ്, വിച്ച് ഈസ് യുവർ ബെസ്റ്റ് ട്രെയിനിങ് സെഷൻ? മൈ ആൻസർ ഈസ് മൈ നെക്സ്റ്റ് സെഷൻ. അടുത്ത ക്ലാസ് ആണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് സെഷൻ. ദാറ്റ്സ് ദ കോൺഫിഡൻസ് വി നീഡ് ടു ഡെവലപ്പ്. അതിനെ ബേസ് ചെയ്തായിരിക്കണം ബിസിനസ് ഫോം ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ വാല്യൂ യു ആർ ക്രിയേറ്റിംഗ്. വാല്യൂ എന്താണ്? വാല്യൂ ഇൻ ദ ലൈഫ് ഓഫ് യുവർ കസ്റ്റമർ, നമ്മുടെ പ്രോസസ്സിലല്ല. സോ യു ഹാവ് ടു സ്വിച്ച് യുവർ മോഡൽസ്, സ്വിച്ച് ഫ്രം യു ടു യുവർ കസ്റ്റമർ, സ്വിച്ച് ഫ്രം യു ടു ദ കസ്റ്റമർ. സോ ഈ ഫെയർ ഫലാസി വരുന്നത് പല രീതിയിൽ നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യും. ഫെയർ ഫലാസി, ഈ ഒരു കുറ്റബോധം, ഇത് നമ്മളുടെ ബിസിനസ്സിൽ പല രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് കോസ്റ്റ് ഫലാസി. കോസ്റ്റ്, അയ്യോ എനിക്ക് അത്രയും ചെലവ് വരുന്നില്ലല്ലോ, അപ്പൊ പിന്നെ ഞാനത് അങ്ങനെ ചെയ്യുന്ന ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ 70 രൂപയുടെ പെൻഡ്രൈവ് 3300 രൂപയ്ക്കാണ് വിറ്റത്. നോ കോസ്റ്റ് ഫെയർ ഫലാസി. അയ്യോ ഞാൻ അത്രയും ചാർജ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, തോന്നിയിട്ടില്ല. പെർഫ്യൂം 400 രൂപയുടെ പെർഫ്യൂം 15,000 രൂപയ്ക്ക് വിൽക്കുന്നു. നോ കോസ്റ്റ് ഫലാസി. 50,000 രൂപ കോസ്റ്റ് വന്നിരിക്കുന്ന വാച്ച് 50 ലക്ഷത്തിന് വിൽക്കുന്നു, ലക്ഷറി വാച്ച്. നോ കോസ്റ്റ് ഫലാസി. സോ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഹാസ് നോ മാൻഡേറ്ററി റിലേഷൻഷിപ്പ്. നമ്മുടെ കോസ്റ്റും പ്രൈസും തമ്മിൽ ഒരു രീതിയിലുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ബന്ധവുമില്ല. ബന്ധപ്പെടുത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോ 1 രൂപ പോലും നമുക്ക് ചെലവ് കാണത്തില്ല ആ കാര്യത്തിന്. അതിനായിരിക്കും നമ്മൾ ലക്ഷങ്ങളും കോടികളും മേടിക്കുന്നു. 1 രൂപ പോലും ചെലവ് കാണത്തില്ല. സോ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഹാസ് നോ മാൻഡേറ്ററി റിലേഷൻഷിപ്പ്. ദ ഓൺലി ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് ഡെലിവർ. എന്ത് ട്രാൻസ്ഫോർമേഷൻ അതുമൂലം സംഭവിക്കുന്നു? And transformation has no cost ceiling. So from today, never look at your cost when you set your price. Look at their outcome. ഇന്ന് മുതൽ എന്ത് ഔട്ട്കം അവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ മാത്രമേ നോക്കാവുള്ളൂ while you are setting your price. ഒന്നാമത്തെ ഡയമെൻഷൻ ആണ് കോസ്റ്റ് ഫലാസി. രണ്ടാമത്തതാണ് അവേഴ്സ് ഫലാസി. അവേഴ്സ്, എനിക്ക് ആകെ ഇത്രയും സമയമല്ലേ വേണ്ടി വരുന്നുള്ളൂ. ഒരു ഡോക്ടർ 10 മിനിറ്റ് കൊണ്ടായിരിക്കും ഒരു ലൈഫ് രക്ഷപ്പെടുത്തുന്നത്.
ആ ലൈഫ് രക്ഷപ്പെടുത്തിയതിനുള്ള ചാർജ് ആയിരിക്കണം അയാൾ ചെയ്യുന്നത്. അല്ലാതെ അയാൾ 10 മിനിറ്റ് അല്ലേ അവിടെ വന്ന് നിന്നോളൂ, 10 മിനിറ്റ് അല്ലേ ഓപ്പറേഷൻ ചെയ്തോളൂ. ഒരു 10 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്തായിരുന്നെങ്കിൽ അത്രയും പൈസ ഞാൻ കൊടുത്തേനെ. 10 മിനിറ്റ് ചെയ്താൽ അത്രയും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്താ പറയുന്നത്? സാറേ, അതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ തരാം, ഓപ്പറേഷൻ ഇല്ലാതെ ഇതൊന്ന് മാറ്റി തരാൻ പറ്റുമോ? ഡോക്ടർ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഡോക്ടറെ കാണാതിരിക്കാൻ ഞാൻ എന്തോ ചെയ്യണം? അതിന് 10,000 രൂപ വേണേ തരാം. നിങ്ങളുടെ കമ്പനിക്കെതിരെ ഒരു കേസ് ഉണ്ടായി, ആ കേസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ലോയർ, അയാൾ ഇത്ര മണിക്കൂറേ വന്നിട്ടുള്ളൂ. അതൊന്നുമല്ല, നമുക്ക് ആ കേസ് തീർക്കണം, നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം. അയാൾ എത്ര മണിക്കൂർ വന്നെന്നോ എത്ര നേരം നിന്നെന്നോ ഇതൊന്നും നമുക്കറിയണ്ട. ആണോ? നമുക്ക് ആ കേസ് ജയിച്ചാൽ മതി. നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന 1 കോടി രൂപയുടെ ഒരു നഷ്ടം, അതൊരു കൺസൾട്ടന്റ് കണ്ടെത്തുന്നു അരമണിക്കൂർ കൊണ്ട്. അരമണിക്കൂർ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. 1 കോടി രൂപ നമുക്ക് അവിടെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സേവ് ചെയ്യാൻ പറ്റി. സോ അവരിത്, ഒരു ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ 10 മണിക്കൂർ, മറ്റൊരു ഡോക്ടർക്ക് അതേ ഓപ്പറേഷൻ ചെയ്യാൻ 10 മിനിറ്റ്. ആ സ്പീഡ് കൂടുന്നതാണ് വാല്യൂ അഡിഷൻ. ആ സ്പീഡ് കൂടും തോറും പ്രൈസ് കൂട്ടണം. അല്ലാതെ അത് 10 മണിക്കൂറിനല്ലയോ അത്രയും ചാർജ്, ഇത് ആകെ 10 മിനിറ്റിലത്തെ കാര്യമല്ലേ ഉള്ളൂ, അത്രയും തരാൻ പറ്റത്തില്ല. ആര് പറയും അങ്ങനെ? ആര് പറയും? ഏത് പേഷ്യന്റ് പറയും? സോ സ്പീഡ് ഓഫ് ദ റിസൾട്ട്, സ്പീഡ് ഓഫ് ആ സ്പീഡ് ഉണ്ടായത് എന്തിൽ നിന്നാണ്? ദാറ്റ്സ് ദ റിസൾട്ട് ഓഫ് ദെയർ എക്സ്പെർട്ടൈസ്. ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദെയർ എക്സ്പെർട്ടൈസ്. അവർക്ക് ആ പ്രശ്നം ഫാസ്റ്റ് ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്നു. സോ സ്പീഡ് ഓഫ് ഡെലിവറി, ഇറ്റ്സ് എ വാല്യൂ അഡിഷൻ. സോ ഐ വിൽ നെവർ കൗണ്ട് മൈ അവേഴ്സ്. So from today, never count your hours. Count the outcome. Count the outcome. മൂന്നാമത്തതാണ്, അപ്പൊ ഒന്ന് കോസ്റ്റ് ഫലാസി, 2 അവേഴ്സ് ഫലാസി. മൂന്നാമത്തതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് സിമ്പതി ഫലാസി. അയ്യോ, സിമ്പതി പാവം പിടിച്ചവരാ. പാവമാണ് മുസ്തഫയ്ക്ക്. പാവം പിടിച്ചവൻ പണ്ട് ഇവിടെ വന്ന 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അങ്ങേര് ഇത്രയും നാൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് അങ്ങേര് ഒരു കാര്യം ചെയ്യുന്നത് ഈ മണ്ടത്തരവാ കാണിച്ചോണ്ടിരിക്കും. പാവല്ലേ. ഇപ്പൊ ഞാൻ അത്രയും 60,500 ദിർഹംസ് മേടിക്കുന്ന തെറ്റല്ലേ? എന്താ സിമ്പതി, കമ്പാഷൻ. അവരുടെ ആ സാഹചര്യത്തോട് നിങ്ങൾക്ക് തോന്നുന്ന സഹതാപം. ഐ വാസ് ആക്ച്വലി ഹെൽപ്പിംഗ് യു ബൈ ചാർജിങ് മോർ. കാരണം നിങ്ങൾ കൂടുതൽ കമ്മിറ്റഡ് ആയി. നിങ്ങളുടെ കംഫർട്ട് ലെവലിന്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീസ് ആയിരുന്നു ഞാൻ ചാർജ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ 250 പേര് ഇവിടെ ഇരിക്കില്ല. നിങ്ങൾ സ്ട്രെച്ച് ചെയ്യേണ്ടി വന്നു, നിങ്ങളുടെ ലിമിറ്റിന് പുറത്തു പോയത് കണ്ടെത്തേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ അലേർട്ടായി. സോ നിങ്ങൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റോ സർവീസോ ഉപദേശമോ കൊടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ അവരുടെ നാശത്തിന് കാരണമാകുകയാണ്. എന്ത് സാധനം ആർക്ക് ഫ്രീ കൊടുക്കുന്നോ നിങ്ങൾ അവരുടെ സാഹചര്യത്തെ കൂടുതൽ വേഴ്സൺ ആക്കുകയാണ്. സോ വാട്ട് ഈസ് ദ ട്രൂ കമ്പാഷൻ? ചാർജ് എ ഫുൾ പ്രൈസ്. നിങ്ങൾക്ക് അത്ര ഇതാണെന്നുണ്ടെങ്കിൽ, ദാറ്റ്സ് അഗൈൻസ്റ്റ് മൈ പോളിസി. നിങ്ങൾ ഫുൾ ചാർജ് മേടിച്ചോളൂ, എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ പേയ്മെന്റ് ഓപ്ഷൻസ് കൊടുത്തോളൂ, എന്നാലും കുഴപ്പമില്ല. സോ കമ്പാഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ഡിസ്കൗണ്ടിങ്. സഹതാപം ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ അല്ല. സോ ഡോണ്ട് കൺഫ്യൂസ് ഡിസ്കൗണ്ടിങ് ആൻഡ് കമ്പാഷൻ. സോ സിമ്പതി ഫലാസി. നാലാമത്തതാണ് കമ്പാരിസൺ ഫലാസി. കമ്പാരിസൺ ഫലാസി. അയ്യോ, അവരിത്രയും ചാർജ് ചെയ്യുന്നില്ലല്ലോ, അപ്പുറത്തെ കടയിൽ ഇത്രയും ഇല്ലല്ലോ, ആ ട്രെയിനർ ഇത്രയും മേടിക്കുന്നില്ലല്ലോ, ആ ഡോക്ടർ ഇത്രയും മേടിക്കുന്നില്ലല്ലോ. 2 ബിസിനസ്സുകാർ ഒരേ സിറ്റിയിൽ ഒരേ സർവീസ് കൊടുക്കുന്നു. ഒരാള് 20,000 ചാർജ് ചെയ്യുന്നു, മറ്റേ ആള് 2 ലക്ഷം ചാർജ് ചെയ്യുന്നു. 2 ലക്ഷം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ചിന്തിക്കുകയാണ്, അയ്യോ അവർ 20,000 കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ വില കുറയ്ക്കണം. റോങ്, കംപ്ലീറ്റ്ലി റോങ്.
നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുമല്ലോ, നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് പ്രൈസിങ്ങിനെ കുറിച്ച് അല്ലേ. നമ്മൾ ഈ പ്രൈസിങ് എന്ന് പറയുമ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് എവിടെ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ പ്രൈസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അപ്വേർഡ് എക്സ്പ്ലനേഷൻ, രണ്ട് ഡൗൺവേർഡ് എക്സ്പ്ലനേഷൻ. അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. റോൾസ് റോയ്സ് ഒരിക്കലും ഇത് അവരുടേതാണ് ഏറ്റവും പ്രീമിയത്തിൽ നിൽക്കുന്ന പ്രൈസ്. ഒരിക്കലും ഡൗൺവേർഡ് എക്സ്പ്ലനേഷൻ നടത്തത്തില്ല. ടൊയോട്ടയുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യത്തില്ല, ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. അവരൊരിക്കലും സ്റ്റെപ്പ് ഡൗൺ ചെയ്യില്ല. കാരണം ദേ ബിലോങ് ടു എ ഡിഫറെന്റ് കാറ്റഗറി ആൻഡ് ദീസ് ബിലോങ് ടു അനദർ കാറ്റഗറി. നിങ്ങൾ എപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നോ, യു ആർ കമ്മിങ് ഡൗൺ ടു ദ നെക്സ്റ്റ് കാറ്റഗറി. സോ ഹയർ കാറ്റഗറി നിൽക്കുന്ന ഒരാളും ഡൗൺവേർഡ് എക്സ്പ്ലനേഷന് പോവില്ല. അവർ അപ്വേർഡ് എക്സ്പ്ലനേഷനെ ചെയ്യൂ. വാട്ട് ഈസ് അപ്വേർഡ് എക്സ്പ്ലനേഷൻ? ഇത് അവരുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും ആ വാല്യൂ അഡീഷനെ കുറിച്ചും പറയുന്നതിന്റെ പേരാണ് അപ്വേർഡ് എക്സ്പ്ലനേഷൻ. മറ്റൊരു കാറ്റഗറി നിൽക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന്റെ പേരാണ് ഡൗൺവേർഡ് എക്സ്പ്ലനേഷൻ. ആൻഡ് പ്രീമിയം ലക്ഷറി ബ്രാൻഡ്സ് നെവർ ഡു ഡൗൺവേർഡ് എക്സ്പ്ലനേഷൻസ്. കാരണം എപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു, യു ആർ കമ്പയറിംഗ് ആൻഡ് യു ആർ സ്വിച്ചിങ് ടു ദ ലോവസ്റ്റ് കാറ്റഗറി. സോ ഫ്രം ടുഡേ, നെവർ justify your price against a competitor. Hold it and state it. It's a statement. Never ever compare with your competitor. കാരണം they belong to a different category. So ഒന്ന് പല ഡയമെൻഷൻസ് ആണുള്ളത്. ഒന്ന് കോസ്റ്റ്, എനിക്ക് ഇത്രയല്ലേ വരുന്നുള്ളൂ. രണ്ട്, ഇത്ര സമയമല്ലേ എനിക്ക് വരുന്നുള്ളൂ, അവർ. മൂന്ന്, സിമ്പതി, അയ്യോ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് ചോദിക്കുന്നത് ശരിയാണോ. നാല്, കമ്പാഷൻ, കമ്പാരിസൺ, അവരത്രയും ചെയ്യുന്നില്ലല്ലോ. അഞ്ചാമത്തതാണ് സ്കേഴ്സിറ്റി ഫലാസി. സ്കേഴ്സിറ്റി ഫലാസി. സ്കേഴ്സിറ്റി, അയ്യോ ഇഫ് ഐ ചാർജ് മോർ, കുറച്ച് പേരല്ലേ വരത്തുള്ളൂ, വോളിയം വരത്തില്ലല്ലോ, ഐ നീഡ് വോളിയം. നിങ്ങൾക്ക് നമ്പർ ഓഫ് കസ്റ്റമർ കൂടുതൽ വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഒരു സാധനം കിടപ്പുണ്ട്, അതിന്റെ പേരാണ് സ്കേഴ്സിറ്റി ഫലാസി. ഒത്തിരി ഉണ്ടെങ്കിലേ സക്സസ് ഉള്ളൂ എന്ന് തോന്നൽ. ഇതാണ് ഏറ്റവും അതിന്റെ പീക്ക്. അവിടെയാണ് നമ്മൾ വില കുറച്ച് കൂടുതൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്നതിന്റെ റീസൺ. നമ്മളുടെ യഥാർത്ഥ പ്രശ്നം ഇതാണ്, ദ സ്കേഴ്സിറ്റി ഫലാസി. ആള് കുറഞ്ഞാൽ എന്റെ റവന്യൂ കുറയുമോ എന്ന പേടി. വോളിയം ബിസിനസ്, ലോവസ്റ്റ് പ്രൈസിൽ കസ്റ്റമറുടെ എണ്ണം കൂട്ടിയിട്ട് ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ് നെവർ എവർ വർക്ക് ഇൻ യുവർ ഫേവർ. സോ ഇന്നു മുതൽ വോളിയം ഈസ് നോട്ട് ദ ആൻസർ ടു ദ ക്യാഷ് ഫ്ലോ പ്രോബ്ലം. പ്രീമിയം പ്രൈസിംഗ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെ സൊല്യൂഷൻ. സോ ഇന്നു മുതൽ കോസ്റ്റ് അല്ല, അത് ഇൻവേർഡ് ആണ്. അവർ ഇൻവേർഡ് ആണ്. സിമ്പതി ഇൻവേർഡ് ആണ്. കമ്പാരിസൺ ഇൻവേർഡ് ആണ്. ആൻഡ് സ്കേഴ്സിറ്റി ഇൻവേർഡ് ആണ്. ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ കസ്റ്റമേഴ്സ് ലൈഫ്. വാട്ട് ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് ഈസ് ബ്രിങ്ങിങ് ടു ദം. ആ ട്രാൻസ്ഫോർമേഷനെ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ പ്രൈസിങ്. ലോ നമ്പർ 2, the law of fair fallacy. Thank you. Take care. Bye and love you all.